ഹലോ, നമുക്കിന്നൊരു മിനി വ്ളോഗ് കണ്ടാലോ. അപ്പോൾ ചാച്ചൻ വന്നിട്ട് തിരിച്ച് ദുബായിലേക്ക് പോണതിൻ്റെ തലേദിവസം ഞങ്ങൾ രണ്ട് വണ്ടിയും, അതായത് കാറായാലും ബുള്ളറ്റ് ആയാലും വാഷ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടി പൊരിഞ്ഞടിയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും നേർക്കോട് നേർ കണ്ടിട്ടുണ്ടെങ്കിൽ കിരിയും പാമ്പും ആണ്. അവിടെ അടിപിടി ബഹളം, പിന്നെ യുദ്ധമായി ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഏതപ്പം വരണം കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐശ്വര്യയുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഏതപ്പൻ വാളെടുക്കും. അപ്പോൾ അവൻ ഉറങ്ങണ സമയം ആയതുകൊണ്ടാണ് ഇത്രയും യുദ്ധം നടന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് വേറെ എങ്ങോട്ടല്ല, തറവാട്ടിലേക്കാണ്, എൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഷിബുച്ചൻ വരുന്നുണ്ട്. ഷിബുച്ചൻ പെട്ടെന്ന് ഉണ്ടായൊരു എൻട്രിയാണ്. ആൾക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുള്ള കാരണം അങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ കാരണം ഞങ്ങളെല്ലാവരും കൂടി, ആൻറ്റിമാരും ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിബുച്ചൻ്റെ കൂടെ വേറൊരു മാഡം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്പിരിച്വൽ ലേഡിയാണ്. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ, ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിൽ കൂടിയിട്ട് ആ മേഡം വന്നത് USA നിന്നാണ്. അപ്പോൾ ആൾക്ക് നമ്മുടെ ക്ലൈമറ്റായിട്ട് വല്ലാണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ലാൻഡ് ചെയ്തിട്ട് നേരെ വന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ആൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോവാം, ആൾക്ക് ഇങ്ങനെ പുറത്ത് കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോവാം എന്നുള്ള മട്ടിലായിരുന്നു. അങ്ങനെ ആൾ വന്ന് പിന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഷിബുച്ചൻ ഞങ്ങൾ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോവാണ് കേട്ടോ. ഷിബുച്ചൻ വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ജനുവരി മാസം ക്രിസ്ത്യൻസിന് അറിയായിരിക്കും ഈ അച്ഛന്മാരുടെ പട്ടം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഷിബുച്ചൻ പഠിപ്പിച്ച ബ്രദേഴ്സ് പട്ടം സ്വീകരിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ആൾ വന്നത് കേട്ടോ. അങ്ങനെ അത് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ പിള്ളേരെയും കൊണ്ടുവന്ന് പാടത്തേക്കൊക്കെ കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീണ്ടും പൊരിഞ്ഞടിയാണ് കേട്ടോ. ഇവർ ഞാൻ പറഞ്ഞില്ലേ, നേർക്കോട് നേർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിയും ബഹളമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഐശുവിൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി ആച്ചന് കിട്ടാറുണ്ട്, അതേപോലെ ആച്ചൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ഐശുവിനും കിട്ടാറുണ്ട് കേട്ടോ. ആച്ചൻ്റെ അവൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, അവളിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ 5 വിരലും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. ഇങ്ങർക്കാണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടും മതിയാവണില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ മാർക്കോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മാർക്കോ കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ളിടത്ത് കയറി നല്ല കപ്പയും ബോട്ടിയും കഴിച്ചു കേട്ടോ. നല്ല ചൂട് ചായയും കുടിച്ചു. ഞാൻ 2 ചായയെങ്കിലും മിനിമം കുടിക്കും കേട്ടോ. എനിക്ക് ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ ആ ചായക്ക് ഭയങ്കര അഡിക്റ്റാണ്. അപ്പോൾ ഞാൻ 2 ചായയാണ് ഞാൻ അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രേ ഉള്ളൂ. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.